Hello all, welcome to my class. Today we are going to talk about the topic process of communication. Communication is the process of sending and receiving information between two or more people. നമുക്ക് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്താണ്? രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ നടത്തുന്ന ആശയവിനിമയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി when we come to the educational technology, the process of communication involves the exchange of information, ideas, feedback between various stakeholders in the teaching and learning environment facilitated by the use of technology. ടെക്നോളജിയിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്കൽ ഡിവൈസസിലൂടെ നടക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സ്റ്റെപ്സ് ദാറ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ in educational technology. So let us discuss one by one. The first one is identification of communication needs. ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ സെലക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യം നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഏത് രീതിയിലുള്ള ടൂൾ യൂസ് ചെയ്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് തേർഡ് വൺ ഇസ് ദ ക്രിയേഷൻ ആൻഡ് ഡെലിവറി ഓഫ് കണ്ടന്റ്. എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് ആ ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് അത് ഡെലിവർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. ദാറ്റ് ഇസ് സെയിം ആസ് ദി അബവ് മെൻഷൻ സ്റ്റെപ്പ്. നമ്മൾ എന്താണോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കണ്ടന്റ് അത് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ ഇസ് ഫീഡ്ബാക്ക് ആൻഡ് അസസ്മെൻറ്റ്. നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്, അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഫീഡ്ബാക്കും അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടക്കുമ്പോഴാണ് അത് ഏറ്റവും എഫക്റ്റീവ് ആവുക എന്ന് നമുക്ക് പറയുന്നത്. സോ ദാറ്റ് ഇസ് എ ലാസ്റ്റ് സ്റ്റെപ്പ്. നൗ നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അതിലെ ഘടകങ്ങൾ. അതിൽ മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്. അപ്പം ഇതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിലെ ഓരോ എലമെൻറ്റ്സിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെൻഡർ. സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ സെൻഡർ ഇസ് എ പേഴ്സൺ ഓർ ആൻ എൻറ്റിറ്റി ഹു ഇനീഷ്യേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബൈ എൻകോഡിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് എ മെസ്സേജ്. സെൻഡർ എന്ന് പറയുന്നത് ആരാണോ മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത്, അതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ അതൊരു ഡിവൈസ് ആവാം, അതല്ലെങ്കിൽ വ്യക്തികളാവാം, അവരെയാണ് നമ്മൾ സെൻഡർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് മെസ്സേജ്. ദ മെസ്സേജ് ഇസ് ദ ഇൻഫർമേഷൻ, ഐഡിയ, തോട്ട് ഓർ ഫീലിംഗ് ദാറ്റ് ദ സെൻഡർ വാണ്ട്സ് ടു കൺവേ ടു ദ റിസീവർ. മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയം, അതിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. അത് ഇറ്റ് മേ ബി ഫേഷ്യൽ, അത് ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ ആകാം, അല്ലെങ്കിൽ ജെസ്റ്റേഴ്സിലൂടെ ആവാം, എക്സെട്ര. നെക്സ്റ്റ് വൺ ഇസ് എൻകോഡിംഗ്. എൻകോഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ മെസ്സേജ് ഇൻ ടു എ സൂട്ടബിൾ ഫോം ഫോർ ട്രാൻസ്മിഷൻ. നമ്മൾ എന്ത് മെസ്സേജിനെയാണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്കാക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാനൽ. ദ ചാനൽ ഇസ് ദ മീഡിയം ത്രൂ വിച്ച് ദ മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. നമ്മളൊരു സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് ഒരു മെസ്സേജ് എപ്പോഴും ഒരു ചാനൽ വഴിയാണ് പോകുന്നത്. അത് എന്തുമാവാം, അതൊരു ഇമെയിൽ ആവാം, അല്ലെങ്കിൽ അതൊരു വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു മീഡിയ, ടെലിവിഷൻ, എന്തുമാവാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഏതൊരു മീഡിയത്തിലൂടെയാണോ നമ്മൾ മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. അടുത്തത് റിസീവർ. റിസീവർ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഓർ എൻറ്റിറ്റി ടു ഹോം ദ മെസ്സേജ് ഇസ് ഡയറക്റ്റഡ്. ആരിലേക്കാണോ നമ്മൾ മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ മെസ്സേജ് സ്വീകരിക്കുന്നത് അവരെയാണ് നമ്മൾ റിസീവർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് എലമെൻറ്റ് ഇസ് ഡീകോഡിംഗ്. ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ മെസ്സേജ് ബൈ ദ റിസീവർ. അതായത് സെൻഡർ അയച്ച മെസ്സേജിനെ മനസ്സിലാക്കി അതിനെ ഡീകോഡ് ചെയ്തിട്ടാണ് റിസീവർ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീകോഡിംഗ്. നെക്സ്റ്റ് ഇസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസ്പോൺസ് ഓർ റിയാക്ഷൻ ഓഫ് ദ റിസീവർ ടു ദ മെസ്സേജ് സെൻറ്റ് ബൈ ദ സെൻഡർ. ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എഫക്റ്റീവ് ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? കറക്റ്റായിട്ടൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോയ്സ് ഇസ് any interference or distortion that disrupts the communication process and affects the clarity or accuracy of the message. നോയ്സ് എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെയുണ്ട് ഒരു ഡിസ്റ്റർബൻസ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർഫിറൻസോ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഇനി let us move on to the next topic, that is barriers in communication. Barriers എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സങ്ങൾ.
ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ പക്ഷേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് കുറേ ബാരിയേഴ്സ് വരുന്നുണ്ട്. സോ ദ ഫസ്റ്റ് ബാരിയർ ഈസ് ലാംഗ്വേജ് ബാരിയർ. Language barrier is the differences in language, dialects or vocabulary between the sender and the receiver that can lead to misunderstandings and misinterpretations. Next one, it is physical barriers. Physical barriers such as noise, distance, poor lighting or environmental distractions can interfere with communication. Next one, it is psychological barriers. Psychological barriers, it may stem from the individual perceptions, emotions, attitudes or biases that influence communication. Next one is semantic barriers. Semantic barriers arise from the ambiguity, vagueness or imprecision of language used in communication. Next one, it is the technological barriers that arise from the limitations or disruptions in communication tools, devices or platforms. So that's all about the process of communication. I hope you understand well. Thank you.